എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഒക്ടോബർ 2 നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ജന്മദിനമായ ഗാന്ധി ജയന്തി ആഘോഷിക്കാനാണ് നമ്മളെല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ അവസരത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട അതിഥികളായ കളക്ടർ, സബ് കളക്ടർ, ഡയറക്ടർ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പരിപാടി ആരംഭിക്കുന്നതിനായി നമ്മുടെ ബഹുമാനപ്പെട്ട സബ് കളക്ടറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഏറെ പ്രിയപ്പെട്ടവരെ, വളരെ വിഷമത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ലോകം കണ്ട എക്കാലത്തെയും മികച്ച മനുഷ്യന്മാരിൽ ഒരാളായിട്ടുള്ള മഹാത്മാഗാന്ധിയുടെ, അല്ലെങ്കിൽ സത്യവും സത്യസന്ധതയും എല്ലാം ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി കണ്ട ആ ഒരു മഹാമനുഷ്യന്റെ ജന്മദിനോട് ആഘോഷിക്കുമ്പോൾ അതിനെ ആഘോഷിക്കാനുള്ള അർഹത നമുക്കുണ്ടോ നാം ഒന്ന് അന്വേഷിച്ച് നോക്കണം. നമ്മളെ സേവിക്കാനായിട്ട്, ജനങ്ങളെ സേവിക്കാനായിട്ട് ഈ കസേരയിൽ കയറിയിരിക്കുന്ന സബ് കളക്ടറും കലക്ടറും എല്ലാം കേക്ക് ഞാൻ ഒരു കാര്യം പറയുകയാണ്. ഞാൻ ഇന്ന് ഈ വേദിയിലേക്ക് കയറി വരുന്ന സമയത്ത് പോലും സബ് കളക്ടർ കൈക്കൂലി മേടിക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. എന്റെ ഒരു തെളിവുണ്ട്. ആ ഒരു സ്ക്രീനിലേക്ക് നിങ്ങൾ നോക്ക്. ഇതല്ല ഇതിന്റെ സത്യാവസ്ഥ. നമസ്കാരം, ഏവർക്കും മസാല ന്യൂസിലേക്ക് സ്വാഗതം. സബ് കളക്ടർക്കെതിരെ അഴിമതി ആരോപണം. ജില്ലാ സെക്രട്ടറിയാണ് സബ് കളക്ടർക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചത്. ആരോപണങ്ങൾ മാത്രമല്ല, തെളിവ് സഹിതമാണ് ജില്ലാ സെക്രട്ടറി വേദിയിലേക്ക് കടന്നു വന്നത്. സബ് കളക്ടറിനെ സ്വാഗതം ആശംസിക്കാൻ ക്ഷണിച്ചപ്പോൾ ക്ഷണിക്കാതെ കയറി വന്നതായിരുന്നു ജില്ലാ സെക്രട്ടറി. തെളിവുണ്ടോ എന്ന കാണികളുടെ ചോദ്യത്തിന് മറുപടി എന്നോണമാണ് ജില്ലാ സെക്രട്ടറി ആ ചിത്രം സ്ക്രീനിൽ പ്രദർശിപ്പിച്ചത്. ഒരു പാവ സ്ത്രീയുടെ കയ്യിൽ നിന്നും സബ് കളക്ടർ പണം പിടിച്ചു വാങ്ങുന്നതായിരുന്നു ചിത്രത്തിൽ. സ്ത്രീയുടെ മുഖം വ്യക്തമല്ല. ചിത്രം കണ്ടയുടൻ സബ് കളക്ടറുടെ ഭാഗം വ്യക്തമാക്കാൻ അദ്ദേഹത്തെ അനുവദിക്കാതെ അദ്ദേഹത്തിനുമേൽ ചെരുപ്പ് വലിച്ചെറിയുകയായിരുന്നു കാണികൾ. പഴംപൊരി വിഴുങ്ങിയതുപോലെ മൗനം പാലിച്ചിരുന്ന കളക്ടറുടെ പെരുമാറ്റം ഈ ആരോപണങ്ങൾ സത്യമാണോ എന്ന സംശയത്തിലേക്കാണ് നമ്മെ കൊണ്ടു നിർത്തുന്നത്. എത്രയും പ്രിയപ്പെട്ട എൻ്റെ അമ്മേ, ഞാൻ പറയുന്ന സത്യങ്ങൾ മറ്റാരും വിശ്വസിച്ചില്ലെങ്കിലും അമ്മ വിശ്വസിക്കുമെന്ന് എനിക്കറിയാം. സത്യസന്ധതയിലും ആത്മാർത്ഥതയിലും പടുത്തുയർത്തിയ എൻ്റെ ജീവിതം ഇന്ന് തകർന്നടിഞ്ഞിരിക്കുകയാണ്. ഞാൻ തൈത്തൂലി മേടിക്കുന്നു എന്നാരോപിക്കുന്ന ഒരു ചിത്രം അമ്മയെ കണ്ടിരിക്കുമല്ലോ. അതിനു പിന്നിലെ സത്യം ഇതാണ്. തിരത്ത് പിടിച്ച് പോവുകയായിരുന്ന ഒരു സ്ത്രീയുടെ കയ്യിൽ നിന്ന് വീണ പണം ഞാൻ അവരെ തിരികെ ഏൽപ്പിച്ചിട്ടുണ്ടായി. അത് എൻ്റെ ശത്രുക്കൾ എനിക്ക് നേരെ സന്ദർഭത്തിനൊത്ത് ആയുധമായി ഉപയോഗിച്ച് എന്നെ കീഴ്പ്പെടുത്തിയിരിക്കുകയാണ്. ഇന്നവ അതുപയോഗിച്ച് എന്നെ ക്രൂരമായി പീഡിപ്പിക്കുമ്പോൾ ഞാൻ എൻ്റെ ഒപ്പം ഉണ്ടാവുന്ന വിശ്വസിച്ച ആദർശങ്ങൾ എനിക്ക് നേരെ പരിഹസിക്കുകയാണ്. ഈ നുണകളുടെ ഭാരം എനിക്ക് താങ്ങുവാനാവില്ല. എന്നോട് ക്ഷമിക്കണമേ അമ്മ എന്ന് സ്വന്തം മകൻ. നമസ്കാരം, മസാല ന്യൂസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സബ് കളക്ടറുടെ ആത്മഹത്യയും ആത്മഹത്യാ കുറിപ്പും പുറത്തു വന്ന സാഹചര്യത്തിൽ കേസ് മറ്റൊരു വഴിത്തിരിവിലേക്ക്. ഈ സാഹചര്യത്തിലും തന്റെ വാദങ്ങൾ ആവർത്തിക്കുകയാണ് ജില്ലാ സെക്രട്ടറി. തന്റെ പ്രവൃത്തി ഒരിക്കലും ആത്മഹത്യാ പ്രേരണയുടെ പരിധിയിൽ വരില്ല എന്നാണ് ജില്ലാ സെക്രട്ടറി പറയുന്നത്. ഈ ഒരു അവസരത്തിൽ കേസിന്റെ നിയമവശങ്ങൾ നാം അറിയേണ്ടതുണ്ട്. ഇതൊരു ആത്മഹത്യയാണോ അതോ സമൂഹം അദ്ദേഹത്തെ കൊന്നതാണോ എന്ന് നാം അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. കേസിന്റെ നിയമവശങ്ങളെ കുറിച്ച് സംസാരിക്കാൻ നമ്മുടെ കൂടെ ഇപ്പോൾ ലൈനിൽ അഡ്വക്കേറ്റ് മാരിയ ഫൈസലാണുള്ളത്. ഹലോ മാം, നിങ്ങൾ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് ഹിബ, കേൾക്കുന്നുണ്ട്. താങ്കൾ എന്താണോ പറഞ്ഞു നിർത്തിയത് അവിടെ നിന്ന് തന്നെ ഞാൻ പറഞ്ഞു തുടങ്ങാം. സബ് കളക്ടറുടെ മരണം ആത്മഹത്യയാണോ അതോ സമൂഹം അദ്ദേഹത്തെ കൊന്നതാണോ എന്നതായിരുന്നു താങ്കൾ ചോദിച്ച ചോദ്യം. തീർച്ചയായും അതിന് എനിക്ക് ഉത്തരം പറയാനുണ്ട്. കാരണം സബ് കളക്ടറുടെ മരണം കൊലപാതകം തന്നെയാണ്. ആ വേദിയിൽ വിളിക്കാതെ കയറി വന്ന് വാതോരാതെ സംസാരിച്ച ABC ജില്ലാ സെക്രട്ടറിയും ഒരു വാക്കുപോലും മിണ്ടാതെ ഒന്നും സംഭവിക്കാതെ പോലെ ഇരുന്ന കളക്ടറും സബ് കളക്ടറിന് സംസാരിക്കാൻ ഒരു അവസരം പോലും നൽകാതെ ചെരുപ്പെടുത്തറിഞ്ഞ കാണികളും സത്യം എന്താണെന്ന് പോലും അറിയാതെ അദ്ദേഹത്തെ ചേർത്ത് വാർത്തകൾ ഉണ്ടാക്കുന്ന മീഡിയകളും നിങ്ങൾ എല്ലാവരും കൂടിയാണ് അദ്ദേഹത്തെ കൊന്നത്. സത്യങ്ങളാണോ പത്രങ്ങൾ പറയുന്നത് അതോ പത്രങ്ങൾ പറയുന്നതാണോ സത്യം എന്ന് പണ്ടൊരു സിനിമയിൽ ചോദിക്കുകയുണ്ടായി. അത് തന്നെയാണ് ഈ അവസരത്തിൽ എനിക്കും ചോദിക്കാനുള്ളത്. അദ്ദേഹത്തിന് തന്റെ ഭാഗം ക്ലിയറാക്കാൻ ഒരു അവസരം കൊടുത്തിരുന്നേൽ ഇന്ന് അദ്ദേഹം നമ്മുടെ കൂടെ ഇവിടെ ഉണ്ടാകുമായിരുന്നു. ഏതൊരു പെൺകുട്ടിയെ സഹായിച്ച ചിത്രമാണ് കൈക്കൂലി വാങ്ങിയെന്ന് പറഞ്ഞ് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു അവസരത്തിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ മുന്നോട്ട് വെക്കുന്ന അടിസ്ഥാന നിയമതത്വമായ ഓടിയാട്ടം പാത്രത്തിനെ കുറിച്ചാണ് നമ്മൾ ഓർമ്മിപ്പിക്കേണ്ടത്. നാച്ചുറൽ ജസ്റ്റിസിന് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രിൻസിപ്പിളാണ് ഓടിയാട്ടം പാത്രം. ഇതിനർത്ഥം മറുവശം കേൾക്കുക. ഇംഗ്ലീഷിൽ നമ്മൾ ഇതിനെ ഹിയർ ദ അതർ സൈഡ് എന്നും പറയുന്നു. താങ്ക് യു മാം, താങ്കളുടെ വിലപ്പെട്ട സമയം ഞങ്ങളുടെ കൂടെ സംവദിച്ചതിന് നന്ദി. ഇന്നത്തെ മസാല ന്യൂസിന്റെ എപ്പിസോഡിന്റെ അവസാനം ഒരു പുതിയ ആശയം പഠിച്ചുകൊണ്ടാകാം. ഓഡി ഓൾട്ടം പാട്ടം, അതായത് മറുവശം കൂടി കേൾക്കുക. നന്ദി.